الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. السلام ورحمة الله وبركاته. شيخ الإسلام محمد ابن عبد الوهاب رحمه الله تعالى നവാഖിദുൽ ഇസ്ലാം എന്ന വളരെ ഗൗരവമേറിയ വിഷയം പറയാൻ. ഒരാൾ മുർത്തദ്ദായി പോവാൻ, ഒരാൾക്ക് ഇസ്ലാമിലുള്ള മെമ്പർഷിപ്പ് കട്ടായി പോവാൻ, മുസ്ലിം എന്ന പേരിന് ഉള്ള അർഹത ഒരാൾക്ക് നഷ്ടപ്പെടാൻ ഉള്ള 10 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിൽ രണ്ടാമതായി നമ്മൾ പറഞ്ഞു, മൻ ജഅല ബൈനഹു വബൈനല്ലാഹി വസായിത യദ്ഉഹും വയസ്അലുഹും അശ്ശഫാഅ വയതവക്കലു അലൈഹിം കഫറ ഇജ്മാഅൻ. ഒരടിമ അവന്റെയും അള്ളാഹുവിന്റെയും ഇടയിൽ ഇടയാളന്മാരെ ഉണ്ടാക്കുകയും എന്നിട്ട് ആ ഇടയാളന്മാരോട് ദുആ ചെയ്യുകയും അവരോട് ശുപാർശ ചോദിക്കുകയും അവരിൽ തവക്കുൽ ചെയ്യുകയും ചെയ്താൽ കഫറ ഇജ്മാഅൻ, ഐക്യകണ്ഠേന ഒരാൾക്കും അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത നിലക്ക് അയാൾ കാഫിറായിരിക്കുന്നു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മൻ ജഅല ബൈനഹു വബൈനല്ലാഹി വസായിത. ഒരാൾ അള്ളാഹുവിനെ നിഷേധിക്കുകയോ അള്ളാഹുവിനെ തള്ളിക്കളയുകയോ അള്ളാഹു ഇല്ല എന്ന് പറയുകയോ ചെയ്താലല്ല വിഷയം. അള്ളാഹുവിനെ തള്ളിപ്പറയുന്ന ഒരു കാലഘട്ടം ദുനിയാവിൽ സത്യത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം മനുഷ്യന്റെ ശുദ്ധ പ്രകൃതി ഫിത്ര അള്ളാഹുവിന്റെ റുബൂബിയ്യത്ത് അംഗീകരിക്കുന്ന പ്രകൃതിയാണ്. അത് മനുഷ്യനെന്നല്ല, ഇൻസും ജിന്നും മറ്റ് ജീവജാലങ്ങളുമെല്ലാം റുബൂബിയ്യത്ത് അംഗീകരിച്ചവരാണ്. ഇന്നഥവാ ആരെങ്കിലും അള്ളാഹുവിനെ തള്ളിപ്പറയുകയോ നിഷേധിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ആവശ്യഘട്ടം വരുമ്പം അവരുടെ കണ്ണും എങ്ങോട്ടേ പോകും? മുകളിലേക്കേ പോകുള്ളൂ. ഈ കനാനാർ എന്ന് പറഞ്ഞ പോലെ ഏതോ ചാനലിന്റെ അവതാരിക എന്തോ ഒരു വിഷയം മൂപ്പരുടെ മക്കളുമായി ബന്ധപ്പെട്ട് അഴിമതി കേസ് ചോദിച്ചപ്പോ മൂപ്പര് പറഞ്ഞു, എല്ലാം മുകളിന്നൊരുത്തം കാണുന്നുണ്ടല്ലോ, നയനാർക്ക് മുകളിലാരാ ഉള്ളത്? അത് അയാളുടെ ഫിത്രത്താണ്, മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിയാണ്. അപ്പൊ അള്ളാഹുവിനെ ഒഴിവാക്കുന്നതല്ല പ്രശ്നം. അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിച്ച് ഖാലിഖായി, മാലിക്കായി, മുദബ്ബിറായി അഥവാ റബ്ബായി അള്ളാഹുവിനെ ഉള്ളുകൊണ്ട് അംഗീകരിക്കുന്നതിനോടൊപ്പം ഇടയിൽ വസായിത്തുകളെ ഉണ്ടാക്കുക, ഇടയാളന്മാരെ ഉണ്ടാക്കുക. മക്കത്തെ മുശ്രിക്കീങ്ങളുടെയും അതിനു മുമ്പ് വന്ന ഖൗമിന്റെയും ഷിർക്കിന്റെയും അവര് കാഫിറാകാനും മുശ്രിക്കാകാനുമുള്ള കാരണം പറഞ്ഞപ്പോഴും അള്ളാഹു എടുത്തു പറഞ്ഞ 2 പ്രധാനപ്പെട്ട കാരണം ഈ വസായിത്താണ്. സൂറത്തുൽ സുമറിന്റെ 3-ാമത്തെ ആയത്ത്, മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. അവിടെയും അള്ളാഹിനെ നിഷേധിച്ചിട്ടില്ല. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ഉള്ള ഇടയാളന്മാരായി കൊണ്ട് മാത്രമേ നമ്മൾ ഇവരോട് ദുആ ചെയ്യുന്നുള്ളൂ. അതേപോലെ സൂറ യൂനിസിന്റെ 18 വയഅബ്ദൂന മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉഹും വലാ യദുർറുഹും വയഖൂലൂന ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്. വയഅബ്ദൂന മിൻ ദൂനില്ലാഹി, അല്ലാഹനെ വിട്ടിട്ടല്ല, അല്ലാഹ്ക്ക് പുറമെ അല്ലാഹനെ വിശ്വസിക്കുന്നതിനോടൊപ്പം അല്ലാഹു അല്ലാത്തവരെ അവർ വിളിച്ച് ദുആ ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു, ഇവർ നമുക്ക് വേണ്ടി ശുപാർശ പറയുന്നവരാണ്. അതായിരുന്നു എല്ലാ കാലഘട്ടത്തിലും പ്രശ്നം. ഇന്ന് പക്ഷേ ശൈഖുൽ ഇസ്ലാം പറഞ്ഞു, അതിനേക്കാൾ അപകടം പിടിച്ച തരത്തിൽ ശിർക്കെത്തിയിരിക്കുന്നു. അഥവാ റുബൂബിയത്ത് പോലും അള്ളാഹു അല്ലാത്തവർക്ക് അർപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ആളുകൾ തരം താഴ്ന്നിരിക്കുന്നു. മക്കത്തെ മുശ്രിക്കിനേക്കാളും അപകടത്തിലാണ് ഇന്നത്തെ ശിർക്ക് ഉള്ളത്. സിയമ്മിനെ മുദബ്ബറാക്കിയതുപോലെ, മറ്റൊരുത്തെ സിയമ്മാണ് റബ്ബ് എന്ന് പാടിയതുപോലെ ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ശൈഖുൽ ഇസ്ലാം പറഞ്ഞു, അങ്ങനെ ഇടയാളന്മാരെ ഉണ്ടാക്കുകയും
അവരോട് ദുആ ചെയ്യുകയും ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു ദുആ രണ്ട് തരത്തിലുണ്ട്, ദുആഉൽ ഇബാദ, ദുആഉൽ മസ്അല. ദുആഉൽ ഇബാദ അല്ലാഹ്ക്ക് മാത്രമേ പറ്റുള്ളൂ. ദുആഉൽ മസ്അല നമ്മൾ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകൃതിയാ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, അത് അനുവദിക്കപ്പെട്ടതുമാണ്. അതിന്റെ ഒരുപാട് വിഭാഗങ്ങൾ പറഞ്ഞു. അവസാനം ഷെയ്ഖ് പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഫദുആഉൽ ഔലിയാഇൽ ഗായിബീൻ, നമുക്ക് ഗൈബായിട്ടുള്ള ഔലിയാക്കളോടുള്ള പ്രാർത്ഥന, ലിതഫ്രീജിൽ ഖുറൂബി, ബുദ്ധിമുട്ട് പ്രയാസങ്ങളെ നീക്കി കിട്ടുവാൻ, വഖദാഇൽ ഹാജാതി, ആവശ്യങ്ങൾ പൂർത്തിയായി കിട്ടുവാനുമുള്ള ദുആ, ഹാദാ ശിർകുൻ അക്ബർ. അപ്പൊ നമ്മളിൽ നിന്നും ഗൈബായിട്ടുള്ള ഒരാളോടുള്ള ചോദ്യം യഥാർത്ഥത്തിൽ ശിർക്കാവുന്ന ചോദ്യമാണ്. അവിടെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച അവസാനം ഹാജറ ബീവിയുടെ സഫാ മർവ മലമുകളിൽ വെച്ചുള്ള എന്തെങ്കിലും ഒരു സഹായം ഉണ്ടെങ്കിൽ നീ സഹായിക്കൂ എന്ന് ഗായിബായ ഒരാളോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന വിഷയം പറഞ്ഞത്. കാരണം ആ തെളിവ് പറഞ്ഞിട്ടാണ് ഗായിബായ ജിന്നിനെ വിളിക്കുന്നവർ തെളിവുദ്ധരിക്കുന്നത്. അതായത് എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോയാൽ നമുക്ക് ജിന്നിനെ വിളിക്കുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല. കാരണം ഹാജർ എന്ത് ചെയ്തിട്ടുണ്ട്, അന്ന് സഫാ മർവ മലയുടെ മുകളിൽ വെച്ച് അങ്ങനെ ഒരു വിളിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു തെറ്റിദ്ധരിപ്പിക്കലാണ്. കാരണം അന്ന് ഹാജർ, ഇബ്നു കസീർ റഹ്മഹുല്ലാഹു തആല സംഭവം വിശദമായി പറയുന്നുണ്ട്. ഇബ്രാഹിം നബി അവിടെ കൊണ്ടാക്കുന്നത് തൊട്ട് തിരിച്ചു പോകുന്നതും, ഒരു തോൽസഞ്ചിയിൽ കുറച്ച് വെള്ളം, അതേപോലെ ഒരു പാത്രത്തിൽ കുറച്ച് ഈത്തപ്പഴം ഏൽപ്പിക്കുന്നതും, അത് ഹാജർ തിന്ന് കുടിച്ച അവസാനം അത് കഴിഞ്ഞു. അവസാനം ഉമ്മാക്കും ദാഹം, മോൻ ഇസ്മായിലിനും ദാഹം, വേറെ വെള്ളം കിട്ടാൻ ഒരു വഴിയുമില്ല, ആളുകളൊന്നും ആ വഴിക്ക് വരുന്നില്ല. അപ്പൊ എനിക്ക് കയറാൻ പറ്റുന്നൊരു മല അന്ന് സഫയാ. അതിന്റെ മുകളിൽ കയറി അപ്പുറത്തേക്ക് നോക്കുന്നു, തിരിച്ചു മറവേ കയറുന്നു. 7 പ്രാവശ്യം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. 7ാമത്തെ പ്രാവശ്യം അവശയാവുന്നു. ആ സമയത്ത് ഒരു ശബ്ദം കേൾക്കുന്നു. അപ്പൊ അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് വെറുതെ വിചാരിച്ചിട്ട് ഹാജറ ചോദിച്ചല്ല, അവിടുന്ന് ശബ്ദം കേട്ടു. ഹാജറ ബീവി, ഇബ്നു കസീർ റഹ്മഹുല്ലാഹിന്റെ ഞാൻ ഇബാറത്ത് വായിക്കാം, ഹദീസിന്റെ ഇബാറത്ത് വായിക്കാം. അങ്ങനെ 7ാമത്തെ പ്രാവശ്യം മർവയുടെ മുകളിൽ എത്തിയപ്പോൾ ഒരു ശബ്ദം കേട്ടു. ആ സമയത്ത് ഹാജർ പറഞ്ഞു, സഹിൻ, സ്വന്തം പറയാണ്, സ്വന്തം അവരെ ആത്മഗതം പറയാണ്, ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. കുറച്ചും കൂടി ഒന്ന് ചെവി കൂർപ്പിച്ചു. പിന്നെയും എന്തോ ഒരു ശബ്ദം കേട്ടു. ഫഖാലത്ത്, അപ്പൊ ഹാജർ പറഞ്ഞു, ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ എനിക്ക് സഹായം വേണം. അപ്പൊ ഹാജർ അവിടെ എന്തുദ്ദേശിക്കുന്നില്ല, മലക്കാണോ ജിന്നാണോ ഇതൊന്നും ഹാജറബിയുടെ മനസ്സിലില്ല. ഓടി പരമശയായിട്ട് ഇങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ശബ്ദം കേൾക്കുന്നത്. അപ്പൊ ആളാരോ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അത് ആരാണ് എന്ന് ചോദിച്ചതാ. എന്തെങ്കിലും ഒരു സഹായം വേണം. അതെന്തിനെ വിളിക്കാൻ തെളിവല്ല, ഒറ്റപ്പെട്ട ജിന്നിനെ വിളിക്കാൻ തെളിവല്ല. അതിപ്പോ നമ്മൾ ഒറ്റപ്പെട്ട എവിടെയോ പെട്ടുപോയി, എവിടുന്നോ ഒരു സൗണ്ട് കേട്ടു, നമ്മൾ കുറച്ചുകൂടി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ചെറുക്കാൻ നമ്മളും പറയുന്നില്ല. ഹാജർ അങ്ങനെ ചെയ്തിട്ടുള്ളൂ, അല്ലാണ്ട് അവിടെ സങ്കല്പിച്ചിട്ട് എന്ത് ചെയ്തിട്ടില്ല, വിളിച്ചിട്ടില്ല. ഇന്ന് അങ്ങനെയാണ് ചില ആളുകൾ ചോദിക്കുന്നത്. അഥവാ അവിടെ അങ്ങനെ ഹാജർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലോ, അത് അപകടമാണ്. അങ്ങനെ ചാൻസ് പറഞ്ഞു അവസാനം എത്തിപ്പെടുക ശിർക്കുൽ അക്ബറിൽ തന്നെയായിരിക്കും. 5ാമത്തെ ഒരു വിഭാഗം ചോദ്യം, അല്ലാഹു അല്ലാത്ത ഒരാളോട് ദുആ ചെയ്യുക, അല്ലാഹുവിന്റെ കൂടാതെ ആരോടാണോ ദുആ ചെയ്തത് അയാൾക്ക് ഈ ചോദിച്ച ആള് ചോദിച്ച കാര്യം നൽകാൻ സ്വതന്ത്രമായ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട്. ഇന്ന് ഷിയാക്കൾ വിളിക്കുന്ന പോലെ, ഇപ്പൊ ഇറാന്റെ പ്രസിഡന്റാ ഖുമൈനി അല്ലേ? അപ്പൊ ഇറാന്റെ ആ ഖുമൈനി വിളിക്കുന്ന ആരെന്നറിയോ? മഹ്ദിനെയാണ്. അവർ ഇപ്പോഴും കാത്തിരിക്കുന്ന, മേഘങ്ങൾക്കിടയിൽ സഞ്ചരിച്ചുകൊണ്ട് ലോകത്തെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹ്ദിയുണ്ട്, ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട മഹ്ദി വരും എന്ന് പറഞ്ഞ് ഷിയാക്കള് കാത്തിരിക്കുന്ന ആ മഹ്ദിനെയാണ് ഇപ്പം ഇറാനിന്റെ ആളുകള് കാത്തിരിക്കുന്നത്.
അയാൾ സഹായിക്കും, അയാളെ കാവലുണ്ടാവുമെന്നാണ് ഖുതുബകളിൽ വരെ പ്രസംഗിക്കുന്നത്. അപ്പൊ മുസ്തഖില്ലൻ അള്ളാഹു കൊടുത്ത കഴിവെന്ന് അവൻ പറയുന്നില്ല. അയാൾക്ക് വ്യക്തിപരമായി സ്വതന്ത്രമായി നമ്മൾ ചോദിക്കുന്നത് കേൾക്കാനും നമ്മളെ സഹായിക്കാനും കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്താൽ ഫഹാദാ ശിർകുൻ അക്ബർ, ഇത് ശിർകുൻ അക്ബർ ആണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന സംഗതിയാണ്. അപ്പൊ ആരെ നമ്മൾ സപ്പോർട്ട് ചെയ്യും യുദ്ധത്തില്? നമുക്ക് രണ്ട് കൂട്ടക്കാരെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റൂല. ചില ആളുകളൊക്കെ ഫേസ്ബുക്കിലും മറ്റുമൊക്കെ അഭിവാദ്യങ്ങൾക്ക് അർപ്പിച്ചിട്ട്, കാരണം വെള്ളത്താടിയുണ്ട്, തലയിക്കെട്ടുണ്ട്, ഇസ്ലാമിന്റെ ഒരു കോട്ടുണ്ട്, പിന്നെ അള്ളാഹുക്കെ പറയുന്നുണ്ട്, ഹദീസുകളൊക്കെ പറയുന്നുണ്ട്, ഖുർആൻ ആയത്തിൽ ഓതുന്നുണ്ട്. ഇത് കേട്ടപ്പോ അവർ വിചാരിച്ച് ഇവരാണ് ഇസ്ലാമിന്റെ കാവലാളുകൾ. അതുകൊണ്ട് ഇറാനിന്റെ പ്രസിഡന്റ് ഖുമൈനിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്ന ആളുകൾ കേരളത്തിലുണ്ട്. ഒരു സംഭവം തിരിഞ്ഞില്ല, ഷിയ ആര് എന്ന് മനസ്സിലായില്ല. ഏറ്റവും ചുരുങ്ങിയത് ഒരു ഷീഇ ആകണമെങ്കിൽ അയാളുടെ വിശ്വാസം ഒന്ന് ജിബ്രീലിനെ കള്ളനാക്കണം. ജിബ്രീൽ അലൈഹിസ്സലാമിനെ കള്ളനാക്കാതെ ഒരു ഷീഇക്ക് ഷീഇയാവാൻ പറ്റൂല. കാരണം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കല്ല നുബുവത്ത് കൊണ്ടുവന്നത് അലിയനാണ്. ജിബ്രീൽ അവിടെ ഒരു കള്ളത്തരം കാണിച്ച് മുഹമ്മദിന് കൊടുത്തത് കൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ അലിയാവേണ്ടതായിരുന്നു. അങ്ങനെ വിശ്വസിച്ചേ പറ്റുള്ളൂ. രണ്ടാമത്തത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ആയിഷ, നമ്മുടെ ഉമ്മ റളിയല്ലാഹു അൻഹ, സിന ചെയ്തവളാണ്, ശപിക്കപ്പെട്ടവളാണ് എന്ന് വിശ്വസിക്കലും അവർക്ക് നിർബന്ധമാണ്. ഇതുണ്ടെങ്കിലേ എന്താവുള്ളൂ? ഷീഇയാവാൻ പറ്റുള്ളൂ, അഥവാ ഇറാനിയാവാൻ പറ്റുള്ളൂ. ആ വിശ്വാസമുള്ളവരാണ് ഇന്ന് ഇസ്രായേലിനെ അടിക്കുന്നത്. ഇസ്രായേലോ ഇതേപോലെ ജിബ്രീലിനെ കളവാക്കുന്ന ആളാണ്. മൻ കാന അദുവൻ ലിജിബ്രീല വമലായികതിഹി വറുസുലിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തേക്ക് വരുമ്പോൾ ഔസ് ഖസ്റജ് ഗോത്രങ്ങളുമായി ടൈയപ്പായി അവിടെ ജീവിക്കുന്ന ബനു നദീർ, ബനു ഖൈനുഖാ, പിന്നെ ബനു ഖുറൈദ, ഈ മൂന്ന് ജൂത ഗോത്രങ്ങളും തൗറാത്ത് അനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിമീങ്ങളായിരുന്നു. ഇല്ലേ? ആ മുസ്ലിമീങ്ങൾക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കാനുണ്ടായ പ്രയാസങ്ങളിൽ ഒന്ന് ബനു ഇസ്രായേൽ പരമ്പരയിൽ വന്നിട്ടാന്നുള്ളതാണ്. രണ്ടാമത്തേത് നിന്റെ കൂട്ടുകാരൻ ജിബ്രീലാണ്, മീകായിലായിരുന്നെങ്കിൽ നമുക്കൊരു കൈ നോക്കാമായിരുന്നു, അതാണ് പറഞ്ഞത്. അപ്പോൾ ഈ ആയത്തിറങ്ങിയത് മൻ കാന അദുവൻ ലിജിബ്രീല വമീകാല ഫഇന്നല്ലാഹ അദുവ്വുൻ ലിൽകാഫിരീൻ. അല്ലാഹു വിളിച്ച പേര് എങ്ങനെയാണ്? ജിബ്രീലിനോടും മീകായിലിനോടും. ജിബ്രീലിനോട് ദേഷ്യം കാണിച്ച് മീകായിലിനോട് എന്തുകൊണ്ടറിയോ ദേഷ്യം? ബനു ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാമാണ് അവർക്കുള്ള അദാബ് തേച്ചും കൊണ്ടെന്ന ആള്. അള്ളാഹു അദാബ് ഏൽപ്പിച്ച് അയക്കുന്ന മലക്ക് ജിബ്രീലാണ്. അവന് മൂപ്പർ കുറച്ച് കടുപ്പക്കാരനാണ്. മീകായിലോ മഴയും കാറ്റും കുടിലും ഏൽപ്പിക്കപ്പെട്ട മലക്കാണ്. അപ്പൊ മീകായിലായിരുന്നെങ്കിൽ നമ്മൾ വിശ്വസിക്കുമായിരുന്നു, ജിബ്രീൽ ആയതുകൊണ്ട് നമുക്ക് പറ്റൂല. അപ്പൊ ജിബ്രീലിനെ കള്ളനാക്കിയാലേ ജൂതനാവാൻ പറ്റുള്ളൂ. പിന്നെന്ത് ചെയ്യണം? ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മ മറിയമിനെയും സാനിയത്തായി വിശ്വസിച്ചാലേ ജൂതനാവാൻ പറ്റുള്ളൂ. ഒരർത്ഥത്തിൽ രണ്ടും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളായ ജൂതന്മാരാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നു, നമുക്ക് എന്താ കാര്യം? ഉണ്ട്. ന്യൂനപക്ഷം വരുന്ന സുന്നികളുണ്ട്. അവരൊക്കെ ചിലപ്പോൾ അതിന്റെ ഇടയിൽ പോയി പോകും, അവർ ഷഹീദാവും ചെയ്യും, അതിൽ സംശയമൊന്നുമില്ല. മുവഹിദുകളാണെങ്കിൽ അവർക്ക് ഷഹാദത്തുണ്ട്. പക്ഷെ ഇറാന്റെ ഭരണകൂടം നമ്മളെ സപ്പോർട്ട് അർഹിക്കുന്നില്ല. അപ്പൊ നമ്മുടെ ദുആ എന്തായിരിക്കും? അത് സത്യത്തിലില്ലല്ലോ വിജയിപ്പിക്കാൻ. സാധാരണ ഇവനോ അതെന്തുകൊണ്ടറിയോ? ഷിയാക്കൾ ആദർശം നമുക്ക് അറിയാത്തോണ്ടാണ്. യഥാർത്ഥത്തിൽ ഇസ്രായേലി ജൂതനേക്കാൾ ശത്രുത മുസ്ലിമിന് വേണ്ടത് ഇറാനിയൻ ഷിയായിസത്തോടാണ്. അവർ തകർക്കുന്നത് ഇസ്ലാമിനെയാണ്. ജൂതനോ മുസ്ലിമീങ്ങളെയാണ്. ജൂതൻ ഇസ്ലാമിനൊന്നും ചെയ്യാൻ കഴിയില്ല. ജൂതൻ ഇസ്ലാമിന്റെ ഒരു രോമം തൊടാൻ കഴിയില്ല. അവർക്ക് ബോധ്യപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ട് മുസ്ലിമുകളെ കൊന്നുകളയും. ഏതുപോലെ? ഇന്ത്യൻ ഫാഷിസം പോലെ. അവർക്ക് എന്തെങ്കിലും ഇസ്ലാമിനെ ചെയ്യാൻ പറ്റുമോ? ഇതുപോലെ ചെയ്തോ?
ഇത്ര 10-12 കൊല്ലമായി ഇന്ത്യ ഭരിക്കുന്നു അവര്. എന്നിട്ട് ഒരു നല്ല തറവാടിത്തമുള്ള അഭിമാനമുള്ള ഒരു മുസ്ലിമെങ്കിലും ഹിന്ദു മതമാണ് സത്യം എന്ന് മനസ്സിലാക്കി അതിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടോ? രാമജപം ജപിച്ചിട്ടില്ല. അത് അവരുടെ ലക്ഷ്യവുമല്ല. അവരുടെ ലക്ഷ്യം കൊല്ലലാണ്. ആര്? മുസ്ലിമിനെ. ഇസ്ലാമിനെ കൊല്ലാൻ ഒരുത്തൻ ജനിച്ചിട്ടില്ല ദുനിയാവിൽ, ഇനിയൊട്ടും ജനിക്കൂല. പക്ഷെ ഷിയാക്കൾ ഇസ്ലാമിന്റെ മുഖം മൂടി അണിഞ്ഞ ഇസ്ലാമിനെ കൊല്ലുന്ന ടീമാണ്. അതിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ കേരളത്തിലുള്ള ഈ ഷിയാക്കൾ, തലക്കെട്ടിയ ഷിയാക്കൾ. സമസ്ത എന്ന് പറയുന്ന ടീം. സുന്നി എന്ന് പറയുന്നത് നല്ല കഥ പറഞ്ഞുതരാം. സുന്നി നമ്മളാണ്, തെളിവ് പറഞ്ഞുതരാം. അതുണ്ട് ബോരികള്, പോറന്മാര്. അവര് കോലത്തിലും കെട്ടിലും മട്ടിലും ഒക്കെ എന്താണ് പക്ക. ഇത് നിഫാഖുള്ള ഷിയാക്കള്. പുറമെ ഇസ്ലാം കാണിക്കുകയും ചെയ്യും, ഉള്ളില് ഷിയാന്റെ വിശ്വാസം പൂർവ്വം ചെയ്യും. ഒരു കഥ പറയാം. പോട്ടെ ആള് കേൾക്കട്ടെ, നമുക്ക് സത്യം പറയുന്നത് എന്താ. പിന്നെ ഇമാം അലി മൗലിദ്, നിങ്ങൾ മൗലൂദിന്റെ കിതാബ് കണ്ടിട്ടുണ്ടോ? ഇല്ല, മുജാഹിദുകൾക്ക് കാണാൻ ചാൻസ് ഇല്ല. നല്ലതല്ല, അൽഹംദുലില്ലാഹ് ഖൈർ. പക്ഷേ കുറച്ച് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്, ദഅവത്തിന് വേണ്ടിയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ, ഒരു ഗൗരവം മനസ്സിലാക്കി കൊടുക്കാൻ. ഇമാം അലി മൗലിദിൽ 2-3 കഥകളുണ്ട്. അതായത് ഷിയാക്കൾ അലി ഇബ്നു അബി ത്വാലിബിനെ റളിയല്ലാഹു അൻഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ വലുതാണെന്ന് കാണിക്കാൻ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കള്ളക്കഥ ഇവരുടെ 333 വകയിൽ ഉണ്ട്. പുതിയ എഡിഷനിലില്ല, പഴയതിലുണ്ട്. പുതിയ എഡിഷനിൽ ഇല്ലാവാതെ കാരണം കേരള നേതൃത്വത്തിൽ മുജാഹിദീന. അതെന്ത് പറഞ്ഞാലും ആ പഴയ ഉലമാക്കൾ അങ്ങനെ അത് ആളുകളുടെ മുന്നിൽ അവതരിച്ചപ്പോൾ അവർ പുതിയ എഡിഷനിൽ നിന്നും അത് മാറ്റി. പുതിയ പ്രിന്റിലില്ല. കഥ എന്താണെന്നറിയോ? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന് പോയ സമയം, സത്യമാണ് പോയിട്ടുണ്ട്, അവിടെ അലി ഇബ്നു അബി ത്വാലിബിനെ കാണുന്നു. എവിടെ? മിഅ്റാജിന് പോയ സമയത്ത്. അപ്പൊ അലിന് എത്ര വയസ്സുണ്ടാവും? മക്കത്തുനിന്നല്ലേ മിഅ്റാജിന് പോകുന്നത്. മിഅ്റാജിന് പോയി അലിനെ കണ്ടപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ചോദിച്ചു. ചോദിച്ചിട്ടില്ല, പോയിട്ടില്ല, വേറെ സംഗതി. നീ എനിക്ക് മുമ്പ് അലിയെ മിഅ്റാജ് ചെയ്യിപ്പിച്ചുവോ? മിഅ്റാജ് എന്ന് പറഞ്ഞാൽ ലോകത്ത് വന്ന 1.25 ലക്ഷം അംബിയാ മുർസലീങ്ങളിൽ ഒറ്റ ഒരാൾക്ക് മാത്രം കിട്ടിയ മഹാമോചിതത്താണ്. ഈസാക്കില്ല, മൂസക്കില്ല, ഇബ്രാഹിമിനില്ല, അങ്ങോട്ടുള്ള ഒരാൾക്കും കിട്ടിയിട്ട അലൈഹി വസ്സലാത്തു വസ്സലാം. നമ്മുടെ നബിക്ക് മാത്രമുള്ള മോചിതത്താണ്. പക്ഷെ അലിയിലുണ്ട്. അപ്പം അള്ളാഹു പറഞ്ഞു അത്രേ, കളവാണ്. മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആകാശലോകത്തുള്ള മലക്കുകൾക്ക് അലിയിനെ കണ്ടുകൊണ്ടിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവർക്ക് കാണാൻ തോന്നുമ്പോഴെല്ലാം ഭൂമിയിലേക്ക് പോകൽ പ്രയാസമായതുകൊണ്ട് ഒരു മലക്കിനെ അലിയിന്റെ കോലത്തിൽ ഞാനിവിടെ സൃഷ്ടിച്ചിരിക്കുകയാണ്. കാരണം മലക്കുകൾക്ക് ഓട്ടോറിക്ഷ പിടിച്ചിട്ട് വരണ്ട ഭൂമിയിലേക്ക്. ഓട്ടോറിക്ഷ നിന്നാലേ കയറാൻ പറ്റുള്ളൂ. പ്രകാശ വേഗത്തിലുള്ള മലക്കുകളുടെ സഞ്ചാരമൊക്കെ അറിയുന്നല്ലേ. അപ്പൊ അതായത് മുഹമ്മദിനേക്കാളും ആകാശലോകത്ത് വിലമതിക്കുന്ന ആളാണ് അലി എന്ന് കാണിക്കാൻ ഷിയാക്കൾ ഉണ്ടാക്കിയ കഥ ഈ പറയുന്ന സമസ്ത ഷിയാക്കളുടെ മൗലൂദിന്റെ കിതാബിലുണ്ട്. അതവർ ഓതുന്നുണ്ട്, പാടുന്നുണ്ട്. അതിനർത്ഥം അല്ല റഹ്മത്തുള്ളാഹി ഖാസിം പറഞ്ഞു അബൂബക്കറിനെക്കാളും വലുതാരെന്ന് പറഞ്ഞ് അലിയാണ്. അതന്നെ സംഗതി. അങ്ങനെ മിഅ്റാജിന് പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നു. ഒരു തളിക, സ്വർണത്തിന്റെ തളിക വിരിച്ചു, സുപ്പ വിരിച്ചു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവേ, ഞാൻ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാറില്ല, ജമാഅത്തായി ആരെങ്കിലും കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞപ്പോഴേക്കും ഒരു കൈ പ്രത്യക്ഷപ്പെട്ടു. ഒരു ഉരുള ഭക്ഷണം ആ കയ്യിൽ അല്ലാഹുവിന്റെ റസൂൽ വെച്ചുകൊടുത്തു. ആ കൈ അപ്രത്യക്ഷമായി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. അർശിന്റെ അടുത്തേക്ക് നീങ്ങിയപ്പോൾ അർശിന്റെ താഴെയുണ്ട് ഒരു സിംഹം. അത് കേരളത്തിലെ പ്രഗത്ഭനായ പ്രഭാഷകൻ നൗഷാദ് ബാഖവി, മറ്റേ പാട്ടുപാടുന്ന പ്രഭാഷകൻ നൗഷാദ് ബാഖവി ആദ്യം മനോഹരമായി പാട്ടുപാടി ജനങ്ങളെ വികാരഭരിതരാക്കിയിട്ട് ഈ കഥ പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ അർശിനെ കാത്തു നിൽക്കുന്ന സിംഹത്തിന്റെ കഥ. റസൂലുള്ളാഹിക്ക് പേടിയായി. അപ്പൊ അള്ളാഹു പറഞ്ഞു, പേടിക്കണ്ട, നിങ്ങളെ മോതിരം മൂരി ആ സിംഹത്തിന്റെ വായിൽ ഇട്ടുകൊടുത്താൽ മതി, അത് പോയിക്കോളൂ. റസൂലുള്ളാഹി ആ മോതിരം മൂരി സിംഹത്തിന്റെ വായിൽ ഇട്ടെടുത്തു. സിംഹം പോയി. റസൂലുള്ളാഹി അർശിന്റെ അടുത്ത് വന്നു, വർത്തമാനം പറഞ്ഞു, നിസ്കാരം വാങ്ങി തിരിച്ചു വന്ന് മസ്ജിദ് പള്ളിയിൽ നിന്ന് സഹാബാക്കൾക്ക് ഈ സംഭവം വിവരിച്ചു കൊടുക്കുമ്പോ ഒരാൾ നടന്നു വരുന്നു. ആര്? അലി ഇബ്നു അബി ത്വാലിബ്. കീശയിൽ നിന്നൊരു മോതിരം എടുത്തിട്ട് കൊടുത്തു. ഇത് നിങ്ങളെ മോതിരല്ലേ നബിയെ?
എന്ന് പറഞ്ഞ് കൈമ വെച്ചു കൊടുത്തു. കൈ നോക്കുമ്പോ ഏത് കൈ? ഇന്നലെ മേലിന് സുപ്രീം ചെയ്ത് ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോ കണ്ട അതേ കൈ. എന്നിട്ട് ഈ ക്ലാപ്പം പറയാണ്, ആര്? ഈ മൊരുന്ന് കിതാബ് എഴുതിയ ആള് പറയാണ്, കണ്ടോ തന്റെ പുതിയാപ്പിളക്ക്, അന്ന് പുതിയാപ്പിള ആയിട്ടാ, പുതിയാപ്പിളാക്കിയതിനെ പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല, എന്റെ പുതിയാപ്പിളക്ക് ഇത്രയധികം മാഹാത്മ്യമുണ്ടെന്ന് അപ്പോഴാണ് മുഹമ്മദിന് മനസ്സിലായത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത്? അള്ളാഹ് അന്ന് അവിടെ പ്രത്യക്ഷപ്പെട്ട കൈ അലിയിൻ്റെതാണ്. അന്ന് അർശിന്റെ താഴെ സിംഹമായിട്ട് കാവലായിട്ട് ഇരുന്നതും അലിയാർ തങ്ങളാണ്. ഇത് ഷിയാക്കൾ ഉണ്ടാക്കിയ കഥയാണ്. ആ കഥ അങ്ങനെയുണ്ട്, സമസ്തക്കാരുടെ മൗലൂദിന്റെ കിതാബിലുണ്ട്. അതുകൊണ്ട് നമ്മൾ അവരെന്ത് വിളിക്കുന്നത്? ഷിയ. അതുകൊണ്ട് അവന്റെ വേക്കിൽ നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവില്ല. അതിൽ യാതൊരു തർക്കവും വേണ്ട, സംശയവും വേണ്ട. ആ വിശ്വാസക്കാരാണ്. അപ്പൊ ഈ രണ്ട് കൂട്ടക്കാർ. അതുകൊണ്ട് നമ്മുടെ ദുആ, അല്ലാഹുവേ ബാലിമിനെ, അക്രമകാരികളെ പരസ്പരം തമ്മിലടിപ്പിച്ച് ഉമ്മത്തിന് എന്ത് തരിക? സൗഖ്യം തരിക. ഇത് നമുക്ക് ദുആ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടിനെയും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. രണ്ടും ശത്രുക്കളാണ്. ഇസ്ലാമിനെ കൊല്ലാൻ ഇറങ്ങിയവരാണ് രണ്ടും. മാത്രമല്ല, ഇറാനിയൻ ഷിയാക്കളുടെ സ്വപ്നം എന്താണെന്നറിയോ? മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ നബവിയും. അതായത് സൗദി രാജകുടുംബത്തിന്റെ കൈമെന്ന് സൗദിയാന്റെ ഭരണം അവര് കൈമിലെത്തണം. എത്തിയാൽ അവരാദ്യം ചെയ്യുന്ന ജോലി അബൂബക്കർ, ഉമർ, ഈ രണ്ട് കാഫിര്യങ്ങളെ നമ്മൾ കുഴി തോണ്ടി എടുത്തിട്ട് മദീനത്ത് കെട്ടിത്തൂക്കുന്ന പ്രസംഗിച്ചവർ. നമ്മളെ സപ്പോർട്ട് ചെയ്യാ. അബൂബക്കറിനെയും ഉമറിനെയും റളിയല്ലാഹു അജ്മഈൻ കാഫിർ എന്ന് വിളിച്ചാൽ ഓ മുർത്തദ്ദാണ്, സംശയമില്ല. ആയിഷ ബീവിയെ സാനിയത്ത് എന്ന് വിളിച്ചാൽ ഓ കാഫിറാണ്, കൊല്ലപ്പെടേണ്ടവനാണ്. എന്താ വ്യത്യാസം? ആയിഷ റളിയല്ലാഹു അൻഹ വ്യഭിചാരിണിയല്ല എന്ന് 7 ആകാശത്തിന്റെ അപ്പുറത്തുനിന്ന് അള്ളാഹു ഖുർആനിൽ ആയത്തിറക്കിയതാ. എന്നിട്ടും പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ഖുർആൻ നിഷേധിച്ചു. ഖുർആൻ നിഷേധിച്ചവൻ അള്ളാഹ് നിഷേധിച്ചു. അള്ളാഹ് നിഷേധിച്ചവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തായ കാഫിറാണ്. അതുകൊണ്ട് ഇറാനിയൻ ഷിയാക്കൾ അള്ളാഹ് തന്നെ പറയും, പക്ഷേ ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين. അതുകൊണ്ട് രണ്ടാൾക്കാരെയും സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റൂല. പിന്നെ എന്തിനു വേണ്ടി ദുആ ചെയ്യാം? ഫിത്ന ഫസാദുകളില്ലാത്ത, യുദ്ധങ്ങളില്ലാത്ത സമാധാനപൂർണമായ ഒരു അന്തരീക്ഷത്തിന് മനുഷ്യന്മാർക്ക് എല്ലാവർക്കും വേണ്ടി മൊത്തത്തിൽ നമുക്ക് ദുആ ചെയ്യാം. അതേ പറ്റുള്ളൂ. കാരണം ശിയാക്കൾക്ക് വേണ്ടി മംഗളാശംസകൾ അർപ്പിക്കുന്ന ആളുകൾ നമ്മളെ മൂക്കിൻ തുമ്പത്തന്നെ കാണുമ്പോൾ അതൊരു പ്രയാസമുള്ള സംഗതി തന്നെയാണ്. രണ്ടും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. എന്തായിരിക്കും കിട്ടാനുള്ള സഹായം? രണ്ട് ലാലിമ്യങ്ങളെ പരസ്പരം അടുപ്പിച്ച് ഉമ്മത്തിന് സഹായം നൽകലുണ്ട്. ഈ രണ്ടെണ്ണം അടിച്ചിട്ടുണ്ടാ കിട്ടാൻ ഉണ്ടാവുമല്ലോ, അതിനെപ്പറ്റി നമുക്കറിയില്ല. പക്ഷെ എന്തായാലും അവിടെ ബോംബ് വീഴുമ്പോഴും ഇവിടെ ബോംബ് വീഴുമ്പോഴും വലിയ സങ്കടമൊന്നും തോന്നുന്നില്ല. കാരണം എന്താ? ഇസ്ലാമാണ് മുഖ്യം, ദീനുൽ ഇസ്ലാം. പക്ഷെ മാനുഷിക പരിഗണന വെച്ച് നമുക്ക് ദുആ ചെയ്യാം. മനുഷ്യന്മാരല്ല ഈ കൊല്ലപ്പെടുന്നതൊക്കെ, അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഖൈർ. അപ്പം മുസ്തഖില്ലായി, അതാ പറഞ്ഞു വന്ന വിഷയം, സ്വതന്ത്രമായി ഒരാൾക്ക് ഞാൻ ചോദിക്കുന്ന കാര്യം കേൾക്കാനും തരാനും കഴിവുണ്ടെന്ന വിശ്വാസത്തോടുകൂടി അയാളോട് ദുആ ചെയ്താൽ കഫറ ഇജ്മാൽ, ശിർക്കുൻ അക്ബറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി പോകും. ഇന്ന് സമസ്ത ഷിയാക്കളും അങ്ങനെ വിശ്വസിക്കുന്ന കൂട്ടക്കാരാണ്. ആ പകരയില്ലേ, എന്താ പേര്, അശ്വരി, അയാൾ വളരെ വ്യക്തമായി 100 കണക്കിന് ആളെ ഇരുത്തിയിട്ട് പരസ്യമായിട്ട് പറഞ്ഞ സംഗതിയാണ്. അമേരിക്ക കണക്കും എന്ത് പറഞ്ഞോളി, സിഎം 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 സിഎം. എന്തൊരു മനുഷ്യനാണ്! സിഎം 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 എന്ന് പറഞ്ഞാൽ മതി, കലിമ പറയാനുള്ള തൗഫീഖ് കിട്ടും എന്ന് പറഞ്ഞാൽ സിഎം അതിനുള്ള തൗഫീഖ് ആ സമയത്ത് കൊടുക്കും. ആ വിശ്വാസമാണ് ഈ പറഞ്ഞ ശിർക്കുൽ അക്ബർ. ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, കുഫറിലാണ്. ആറാമത്തെ വിഭാഗം ദുആഉൽ അംവാത്ത്, മരിച്ചവരോടുള്ള പ്രാർത്ഥനയാണ്. ബിതഫ്രീജ് ഖുർബത്തിൻ, എന്തെങ്കിലും പ്രയാസം നീക്കി കിട്ടാൻ, ഔ ഖദാഇ ഹാജത്തിൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം പൂർത്തിയായി കിട്ടാൻ, വനഹ്വി ദാലിക്, അതേപോലെ മറ്റെന്തെങ്കിലും. ഫഹാദാ ശിർക്കുൻ അക്ബർ, ഇതും ശിർക്കുൽ അക്ബറാണ്,
ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന സംഗതിയാണ്. കാരണം സർഫു ഖസീസത്തിൻ മിൻ ഖസായിസിൽ ഖാലിഖി ലിൽ മഖ്ലൂഖി, ഖാലിഖിന് മാത്രം പ്രത്യേകമായിട്ടുള്ള ചില വിശേഷണങ്ങളെ അവന്റെ മഖ്ലൂക്കിനും കൂടി കൊടുക്കുക എന്നുള്ളത് ശിർക്കാണ്. കാരണം പരിധിയില്ലാതെ കേൾക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ സിഫത്താണ്. മരിച്ചുപോയ ഒരാളും അതേപോലെ കേൾക്കുന്നു പറഞ്ഞാൽ അള്ളാന്റെ കേൾവിയോട് ഈ മരിച്ചവന്റെ കേൾവിയെ തസ്വിയത്ത് ചെയ്തു, സമമാക്കി. അതോടൊപ്പം പണ്ട് നമ്മൾ പഠിച്ച അള്ളാന്റെ വാജുമായ സിഫത്തുകൾ ഏതൊക്കെയാ? പണ്ട് മദ്രസയെ പഠിച്ച നിങ്ങളെല്ലാം സലഫി മദ്രസയെ പഠിച്ച ആൾക്കാരാ ചെറുപ്പത്തിൽ? മാഷാ അല്ലാഹ്. പക്ഷെ നമ്മളെല്ലാം ചെളിന്ന് വന്ന ആൾക്കാരാണ്. അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. അല്ലാഹുവിന്റെ വാജിബായ സിഫത്തുകൾ. അല്ലാഹു മൗജൂദാണ്, ഉള്ളവനാണ്. ഖദീമുൻ, പണ്ട് പണ്ടേ ഉള്ളവനാണ്. ബാഖിൻ, എന്നെന്നും ബാക്കിയാവുന്നവനാണ്. മുഖാലിഫുൻ ലിൽ ഖൽഖി, സൃഷ്ടികളോട് എതിരായവനാണ്. ബിൽ ഇത്ലാഖ്, മുത്തലഖ് നിരുപാധികം. അതായത് ഖാലിഖിന്റെയും മഖ്ലൂഖിന്റെയും ഒരു സിഫത്തും ഒരുപോലെ ആയിക്കൂടാ. മനുഷ്യന്മാര് കാണും, അള്ളാഹുവും കാണും. പക്ഷെ മനുഷ്യന്റെ കാണലും അള്ളാഹിന്റെ കാണലും രണ്ടും രണ്ടാണ്. പക്ഷെ ഇവരെന്ത് ചെയ്തു? അംവാത്തുകളുടെ കാണലും അറിയലും കേൾക്കലും ഒക്കെ അള്ളാഹിന്റെ പോലെ തന്നെയാക്കി ആ തസ്വിയത്ത് വന്നു. ഇസ്ലാമിൽ നിന്നും അവര് പുറത്തായി. ഇസ്ലാമിൽ നിന്ന് പുറത്തെന്ന് പറയുമ്പോൾ പറയാനൊരു മടി പോലെ ഉണ്ട് അല്ലേ? അതുകൊണ്ട് വിഷയം വരുന്നുണ്ട്. ഒരു മടിയും ഇത് വേണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇക്കണ്ട യുദ്ധങ്ങളും മുഴുവനും ചെയ്ത മക്കത്തെ മുശ്രിക്കും ഇന്ന് നിലവിൽ നാട്ടിലുള്ള സമസ്ത ഷിയാക്കളുടെയും വാദം മിയ സമാസമം. ഇന്ന് നമ്മുടെ നാട്ടിൽ തൃക്കരിപ്പൂരിലുള്ള മാണിയൂർ ഉസ്താദ് മരിച്ചു. മാണിയൂരിനെ കേട്ടിനോ? വെള്ളം വന്നിച്ചു കൊടുക്കല മൂപ്പർക്ക് ജോലി. മൂപ്പര് വെള്ളം കുടിച്ചാൽ പെണ്ണ് പ്രസവിക്കുന്നാ പറയുന്നത്. അങ്ങനെ മുനവ്വറിന്റെ മുമ്പില് ഭയങ്കര തിരക്കാണ്. കുറെ കാലത്ത് കിടപ്പിലായിരുന്നു. ഇപ്പൊ ഇന്ന് നോക്കുമ്പോ എന്റെ മൂത്തമ്മാന്റെ മോളെ സ്റ്റാറ്റസ് തൃക്കരിപ്പൂരിന്റെ വെളിച്ചവും പ്രകാശവുമായിരുന്ന മാണിയൂർ ഉസ്താദ്. ഞാൻ പറഞ്ഞു തൃക്കരിപ്പൂരിന്റെ കറുപ്പും ഇരുട്ടുമായിരുന്ന മാണിയൂർ മരണപ്പെട്ടിരിക്കുന്നു. മെസ്സേജ് തിരിച്ചങ്ങോട്ട് അയച്ചു. അതിലെന്ത് നൂർ, എന്ത് വെളിച്ചം? വെളിച്ചം മുവഹിദുകൾക്കാണ്, വെളിച്ചം തൗഹീദിലാണ്, വെളിച്ചം സുന്നത്തിലാണ്. വിദഅത്തിലും ശിർക്കിലും ഉമ്മത്തിന് വെളിച്ചമില്ല, ദുൽമ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്തില്ല? വ്യക്തിപൂജയില്ല ഇസ്ലാമിൽ. മന്ത്രിച്ചു കൊടുക്കരുത്. അവസാനം ആള് കൂടിയിട്ട് ഒരു കുപ്പി വെള്ളം മന്ത്രിച്ചിട്ട് കിണറ്റിലേക്ക് വെച്ചു. ഇട്ടൊന്ന് പൈപ്പൊന്നും എടുത്തോന്നു. അതൊക്കെ ടൈപ്പ് ഉണ്ടാവും, കമ്മീഷൻ കൊടുക്കുന്നുണ്ടാവും. മറ്റേ ഹദീസ് പോലെ മൻ അക്കല മത്തി ഉണ്ടാവും. മൻ അക്കല മത്തി ഫഹുവ മിൻ ഉമ്മത്തി എന്ന് പറഞ്ഞ് മത്തി കച്ചവടക്കാരന് 2 കണ്ടെയ്നർ മത്തി വന്ന് മംഗലാപുരത്തുനിന്ന്. അപ്പത്തേക്ക് പിറ്റേന്ന് ന്യൂസും വന്നു മത്തി എന്തോ വിഷമുണ്ട്, ആരും വാങ്ങാൻ പാടില്ല. അപ്പൊ അതൊക്കെ കത്തിച്ചാലും കണ്ടിട്ട് കൈമടക്കം കൊടുത്തിട്ട് പറഞ്ഞു നിസ്ഫുല്ലി നിസ്ഫുല്ലക്ക്, പകുതി എനിക്ക് പകുതി എനിക്ക്. മുമ്പതും പിറ്റത്തെ ഖുത്ബയിൽ പറഞ്ഞു ഖാല റസൂലുള്ളാഹ് മൻ അക്കല മത്തി, ആരെങ്കിലും മത്തി തിന്നാൽ ഫഹുവ മിൻ ഉമ്മത്തി, അവന്റെ ഉമ്മത്തിൽ പെട്ടനാണ്. വൈകുന്നേരം നമുക്ക് മത്തി തീർന്ന്. അങ്ങനെ മൗദൂആയ ഹദീസെല്ലാം ഉണ്ടാവുന്നത്, കെട്ടിച്ചമക്കപ്പെട്ട ഹദീസുകൾ. ബുദ്ധിയുള്ള മനുഷ്യന്മാരല്ലേപ്പാ. അത് ന്യായീകരിക്കാൻ പറ്റില്ല. അഖിലുള്ളിടത്തോളം മജ്നൂനാണ്, സഫീഹാണെങ്കിൽ വേറെ വിഷയം. ബുദ്ധി കൊടുത്ത് ചിന്തിക്കാൻ പറ്റാത്ത മധ്യബുദ്ധികളാണെങ്കിൽ വേറെ. പ്രത്യേകിച്ച് ഈ കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം ബട്ടൺ നിൽക്കിയാൽ, ഞാൻ ഇപ്പൊ ഇതിൻ്റെ ഇടക്ക് ട്രെയിനിൽ കയറിയപ്പോൾ കണ്ടിരുന്നു ചങ്ങായി ഒരു ലുക്ക് ഫ്രീക്കൻ മുജാഹിദ് ബാലുശ്ശേരിന്റെ പ്രശ്നം കണ്ടെടുക്കുന്നത് ട്രെയിനിൽ തിരക്കിന്റെ ഇടയിൽ ഇയർഫോൺ വെച്ചിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം ഉള്ള സ്ഥിതിക്ക് മാത്രമല്ല, മുജാഹിദ് പ്രസ്ഥാനം മുക്കിലും മൂലയിലും ഇത് വിളിച്ച് പറഞ്ഞ് കഴിയുകയും ചെയ്തു. എന്നിട്ടും ചിന്തിക്കുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് വ്യക്തമായി അറിയാത്ത ഒരാൾ, അന്യൻ, ഓന്റെ ആദർശം നമുക്ക് എന്താണെന്ന് അറിയില്ല, അതുകൊണ്ട് വേറെ ഹുക്കുമ്. നമുക്ക് അറിയുന്ന, നമ്മൾ കണ്ടുകൊണ്ട് കണ്ട കാതുകൊണ്ട് കേട്ട ശിർക്കിന് വേണ്ടി വാദിക്കുന്ന പ്രചരിപ്പിക്കുന്ന ആളുടെ ഹുക്കുമ് ഈ പറഞ്ഞ ഹുക്കുമാണ്, സംശയമില്ല. കാരണം അള്ളാഹുവിന് മാത്രം ബാധകമാകുന്ന സിഫത്തുകൾ ഇവരെന്ത് ചെയ്തു? അള്ളാഹു അല്ലാത്തവർക്ക് കൊടുത്തു. അതോടെ എന്നിട്ട് ഈ മാണിയൂരിന്റെ കവറടക്കം എവിടെയാണെന്നറിയോ? മൂപ്പര വീടിന്റെ ചാരത്ത്. എന്തായിരിക്കും പിറകിലുള്ള ലക്ഷ്യം? ഒരു സംശയം വെള്ളം അടുത്ത ചാരത്തിൻ്റെതാണ്.
ചില മക്കളൊക്കെ ഉപ്പമാരും മരിക്കാൻ കാത്തിരിക്കാണ് ഇതാരം ഉണ്ടാക്കാൻ. അതാണ് ഇന്നത്തെ ദുനിയാവ്. തൗഹീദ് മനസ്സിലാക്കി തന്ന അള്ളാഹുവിന് സ്തുതി. ഇല്ലെങ്കിൽ പൊട്ടുപോലെന്ന്. നമ്മൾ എന്തെങ്കിലും മികവ് കൊണ്ടല്ലോ അള്ളാഹു ഇത് മനസ്സിലാക്കി തന്നത്. കാരണം മരിച്ചുപോയ മയ്യത്ത് ഇതൊന്നും മൂപ്പർക്ക് ബാധകമല്ല, ഈ കാണലും ഈ കേൾക്കലും. കാരണം മയ്യത്താവനോട് കൂടി ഈ കേൾവിയും കാണലും അതും മയ്യത്തായി. അപ്പൊ ആ മയ്യത്തിനോട് ദുആ ചെയ്യുക എന്നുള്ളത് ഈ ദുആ ചെയ്തവൻ വിശ്വസിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണ്. എന്ത് വിശ്വസിക്കുന്നു? അന്നലഹു തസർറുഫുൻ ഫിൽ ഖൗൽ, പ്രപഞ്ചത്തിൽ നിയന്ത്രണാധികാരം ഈ മയ്യത്തിനുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണല്ലോ ദുആ ചെയ്തത്. ആ വിശ്വാസം കൊണ്ട് തന്നെ ശിർക്കുൻ അക്ബർ വന്നു, ഇസ്ലാമിൽ നിന്നും പുറത്തുപോയി. ഏഴാമത്തെ വിഭാഗം അദ്ദുആഉ ബിജാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔ ബിജാഹി ഗൈരിഹി, വിശ്വാസമാറ്റങ്ങളുടെ ജാഹ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജാഹ് കൊണ്ടോ ഉള്ള ദുആ, ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടുള്ള ദുആ. ഫഹാദാ മിനദ് ദുആഇൽ ബിദഇ, ശിർക്കൻ ദുആ എന്ന് പറഞ്ഞുകൂടാ, മറിച്ച് ബിദ്അത്തായ ദുആയാണ്. കാരണം الذي يتضمن شيئا من التوسلات التي لم ترد في الكتاب ولا في السنة, ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ സ്ഥിരപ്പെട്ടിട്ടില്ലാത്ത തവസ്സുലാണ് ഈ ദുആയിൽ വന്നിട്ടുള്ളത്. തവസ്സുൽ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം മുമ്പിൽ വെച്ചിട്ട് അത് വെച്ചിട്ട് അല്ലാഹുവോട് ദുആ ചെയ്യൽ, അതാണല്ലോ റസൂലുള്ളാഹിന്റെ ജാഹ് കൊണ്ട് ബർക്കത്ത് കൊണ്ട്. പക്ഷെ ആ ദുആ ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ സ്ഥിരപ്പെട്ടതല്ല. അതുകൊണ്ട് തന്നെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടുള്ള ദുആ ബിദ്അത്തായ ദുആയാൽ ബിദ്അത്തായ ദുആ ഹറാമിന്റെ ഹുക്മിലാണ്. ആ ദുആയിൽ കൂടിയല്ല കിട്ടുക, മറിച്ച് ഹറാം ചെയ്ത ശിക്ഷയായിരിക്കും ഉണ്ടാവുക. എന്നാലോ അമ്മാ ഇദാ അറാദൽ ഇൻസാനു അൻ യതവസ്സൽ, ഒരു മനുഷ്യൻ തവസ്സുലാക്കാൻ ഉദ്ദേശിച്ചാൽ ഫഅലൈഹി ബിത്തവസ്സുലാത്തി ശർഇയ്യ, ശർഇൽ അനുവദിക്കപ്പെട്ട ചില തവസ്സുലുകളുണ്ട്, അത് അവന് ഉപയോഗിക്കാവുന്നതാണ്. ഏതുപോലെ ബിഅൻ യതവസ്സല ബിഅസ്മാഇല്ലാഹിൽ ഹുസ്ന, അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന വെച്ചുകൊണ്ട്, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ, അല്ലാഹുവിന്റെ ഇസ്മുകളുണ്ട്, അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ദുആ ചെയ്തു. അതിൽ തന്നെ ഇസ്മുൽ അഅ്ദം അതേതായിരിക്കും? രണ്ട് അഭിപ്രായമുണ്ട്. ഒന്ന് അല്ലാഹ്, മറ്റൊന്ന് യാ ഹയ്യു യാ ഖയ്യൂം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ അന്ന് രാത്രിയിൽ ആ തമ്പിൽ വെച്ച് ഏറ്റവും അധികം വിളിച്ചത് യാ ഹയ്യു യാ ഖയ്യൂം എന്നാണ്. അത് വിളിച്ചുകൊണ്ട് ദുആ ചെയ്തവന്റെ ദുആഇന് ഇജാബത്തുണ്ട് എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ ഈ വാക്കുകൾ എന്ത് ചെയ്യണം? അധികരിപ്പിക്കണം. യാ ഹയ്യു യാ ഖയ്യൂം. അപ്പൊ അത് ആ തവസ്സുൽ അനുവദിക്കപ്പെട്ട തവസ്സുല. അതല്ലെങ്കിൽ വസിഫാതിഹിൽ ഉല, അല്ലാഹുവിന്റെ ഉന്നതമായ സിഫത്തുകൾ വെച്ചുകൊണ്ട് തവസ്സുലാക്കുക. ഏതുപോലെ ഹദീസിൽ വന്ന ദുആ ഉണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്നക അൻതല്ലാഹു വാഹിദുൽ അഹദുസ് സമദ്. ഇതൊക്കെ എന്ത് ചെയ്യാം? അനുവദിക്കപ്പെട്ട ദുആയ. അല്ലാഹുവിന്റെ ഇസ്മുകളെയും സിഫത്തുകളെയും വെച്ചിട്ട് തവസ്സുലാക്കുക. ഓ മറ്റേതിലുള്ള ദുആ ഉണ്ട്. അങ്ങനെ കുറെ ദുആ വന്നിട്ടുണ്ട്. ഒരു സഹാബി ഈ ദുആ പറഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇത് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ ദുആയിന് ഇജാബത്ത് ഉണ്ടാവും. അള്ളാഹിന്റെ ഇസ്മുകളും സിഫത്തുകളും തവസ്സുലാക്കിക്കൊണ്ട് ദുആ ചെയ്തു. അല്ലെങ്കിൽ അയാൾ ചെയ്ത സാലിഹായ എന്തെങ്കിലും അമല് വെച്ചുകൊണ്ട് തവസ്സുലാക്കുക. അതെങ്ങനെ? ഒരു ദിവസം നോമ്പെടുത്തു, നോമ്പ് ഇബാദത്താണ്. ഞാൻ നോമ്പ് വെച്ചിട്ട് എന്ത് ചെയ്തു? അല്ലാഹുവേ, ഞാൻ നോമ്പെടുത്തിട്ടുണ്ട്, അത് സ്വീകരിച്ചുകൊണ്ട് എന്റെ ദുആ നീ കബൂലാക്കണേ, അത് പറയാം. ആ ഗുഹാവാസികൾ തവസ്സുലാക്കിയതുപോലെ 3 ചങ്ങാതിമാര് അവർ ചെയ്ത നന്മകൾ എടുത്തു പറഞ്ഞ് ദുആ ചെയ്തു, ഗുഹാമുഖത്ത് നിന്ന് അടപ്പ് മാറി. അതേപോലെ അതും അനുവദിക്കപ്പെട്ട തവസ്സുല. അങ്ങനെ ശർഇൽ അനുവദിക്കപ്പെട്ട തവസ്സുൽ ഓക്കെ. അതല്ലാതെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടുള്ള ദുആ ഖുർആൻ കൊണ്ടോ സുന്നത്ത് കൊണ്ടോ സ്ഥിരപ്പെട്ടതല്ല. അതുകൊണ്ട് തന്നെ അത് ബിദ്അഇയായ ദുആയാണ്, ചെയ്യൽ ഹറാമായിട്ടുള്ള സംഗതിയാണ്. എല്ലാം ഒരേ അർത്ഥമാണത്. അതൊരു രസം കിട്ടാൻ വേണ്ടിയാണ് ഇത്. ഏതുപോലെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം, അത്രേ ഹദീസിലുള്ളൂ. അല്ലില്ല, ഈ രണ്ടെണ്ണേ ഹദീസിലുള്ളൂ. സഹീഹ് ബുഖാരിയിലെ ഏറ്റവും അവസാനത്തെ ഹദീസാണത്. അത് ഇവര് ഈ ടൂൺ പൂർത്തിയാവാൻ വേണ്ടി കൂട്ടിയതാണ്. ഇതിൽ 2 നിർത്തുമ്പോൾ ഇടക്ക് നിന്ന്
വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അപ്പൊ എന്തൊത്ത് ആ പാട്ടിന്റെ തുണത്തു അതിനുണ്ടാക്കിയതാണ്. ഹദീസിൽ ഈ രണ്ടോ വാക്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. എന്താ ഇതിന്റെ കൂലി? ഹബീബതാനി ഇലർ റഹ്മാൻ സഖീലതാനി ഫിൽ മീസാൻ ഖഫീഫതാനി അലൽ ലിസാൻ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് വാക്ക്, മീസാനിൽ ഏറ്റവും ഭാരം കൂടിയത്, നാവ് കൊണ്ട് പറയാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ളത് സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹിൽ അദീം. അല്ല എപ്പോഴും സുബ്ഹ്ക്കും പിന്നെ അദ്കാറുസ് സബാഹിലും അദ്കാറുൽ മസായിലും സുബ്ഹാനല്ലാഹി വബിഹംദി 100 പ്രാവശ്യം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി മാത്രം. അസറിന് ശേഷം തന്നെ പഴയ ദർസിലും മറ്റുമൊക്കെ കുട്ടികൾ നേരത്തെ വരുമല്ലോ, അപ്പൊ കളിക്കാണ്ടിരിക്കാൻ വേണ്ടി ഇരുത്തിയിട്ട് ഇതിങ്ങനെ പറയിപ്പിക്കുന്നതാണ്, അല്ലാണ്ട് ആ സമയത്ത് അത് പറയണം എന്നുള്ളതിനെ കൊണ്ടല്ല. എന്ന് പറഞ്ഞ പോലെ ആണ് ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടുമ്പോൾ പറയുമ്പോൾ ഒരു സുഖം. സമ്മാനം ദുആ ചെയ്യുമ്പോൾ കുറെ വാക്കുകൾ ഇങ്ങനെ പറയുമ്പോൾ അത്രയേ ഉള്ളൂ. ഇനി മസ്അലത്തുൻ ഫിൽ ഇസ്തിഗാസ വന്നുദുർ, സഹായ തേട്ടവും അതേപോലെ തന്നെ നേർച്ചയും, അതിനും ഇസ്ലാമിന് ചില ഹുക്കുമുകൾ പറയാനുണ്ട്. ഇസ്തിഗാസ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുആ തന്നെയാണ്. പക്ഷെ ദുആ എന്ന് പറയുമ്പോൾ ആമ്മാണ്, ഉപകാരം തേടലും ഉപദ്രവങ്ങളിൽ നിന്ന് കാവൽ തേടലും ഒക്കെ ഇതിൽപ്പെട്ടു. പക്ഷെ ഇസ്തിഗാസ എന്ന് പറയുന്നത് ഉപദ്രവങ്ങളിൽ നിന്ന് കാവൽ തേടുന്നതിനാണ്, സഹായം തേടുന്നല്ല അർത്ഥം. അപ്പൊ സഹായം തേടുന്ന എന്തിനായിരിക്കും? എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസമോ ഉണ്ടാകുമ്പോൾ അത് നീക്കി കിട്ടാൻ. കാരണം അള്ളാഹു പറഞ്ഞു, ബദരീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പം അതാണ് ഇസ്തിഗാസ. കാരണം യുദ്ധക്കളമാണ്, ബുദ്ധിമുട്ടാണ്, അത് നീക്കി കിട്ടാനുള്ള ദുആ, അതിനാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്. വൽ ഇസ്തിഗാസതു ഇബാദത്തുൻ, സഹായ തേട്ടം എന്ന് പറയുന്നത് ഇബാദത്താണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു വയർദാഹു മിനൽ അഖ്വാലി വൽ അഫ്ആലി അദ്ദാഹിറ വൽ ബാത്തിന, ബാഹ്യവും ആന്തരികവുമായ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താനും അവനെ ഇഷ്ടപ്പെടുത്താനുമായി നമ്മൾ പറയുകയോ ചെയ്യുകയോ ചെയ്യുന്ന എല്ലാ വാക്കുകൾക്കും എല്ലാ പ്രവൃത്തികൾക്കും പറയുന്ന ഒറ്റ വാക്കാണ് ഇബാദ. എല്ലാം പെട്ടു. അതിൽപ്പെട്ടതാണ് ഇത് അൽ ഇസ്തിഗാസ. അള്ളാഹിനോട് സഹായം തേടുമ്പോൾ അത് അള്ളാഹിനെ തൃപ്തിപ്പെടുത്തിയിട്ട് സഹായം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം, അത് ഇബാദത്തിൽപ്പെട്ടതാണ്. എന്നാൽ ഒരു ജീവിച്ചിരിക്കുന്ന മനുഷ്യനോട് അയാൾക്ക് കഴിയുന്ന കാര്യത്തിൽ ഒരാൾ സഹായം തേടിയാൽ ജായിസത്തുൻ ബിലാ ഖിലാഫ്, ജായിസാണ്, വ്യത്യാസമില്ല. ഒരു ഗ്ലാസ് വെള്ളം തരൂ, അല്ലെങ്കിൽ ഒരുത്തൻ അടിക്കാൻ വന്നപ്പോ ഒന്ന് പിടിച്ചു വെക്കിപ്പ, അതാണ് ഇസ്തിഗാസ. അത് ഹയ്യായ ഖാദിറായ ആളോടുള്ള വർത്തമാനമാണ്, അത് സംശയമില്ല. അത് പിന്നെ ശിർക്കല്ല, ജായിസാണ്. എന്നാലോ വമിനൽ ഇസ്തിഗാസത്തി മാ ഹുവ ശിർക്കുൻ, ഇസ്തിഗാസ എന്ന് പറയുന്ന ഇബാദത്തിൽ ശിർക്കായതും ഉണ്ട്. വമിൻഹാ മാ ലൈസ ബിശിർക്കിൻ, ശിർക്കല്ലാത്തതും ഉണ്ട്. ശിർക്കല്ലാത്തതാണ് ഇപ്പം പറഞ്ഞ നമ്മൾ. എന്നാൽ അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന വിഷയത്തിൽ സഹായം തേടിയാൽ അതെന്തിൽ പെട്ടതാണ്? ശിർക്കിൽ പെട്ടതാണ്. അന്നദുറു, നേർച്ച എന്ന് പറഞ്ഞാൽ ഫിൽ ലുഗത്തി അൽ ഈജാബ്, നുദർ എന്ന വാക്കിനർത്ഥം നിർബന്ധമാക്കൽ എന്നാണ്. എന്താ കാര്യം? നമുക്ക് നിർബന്ധമല്ലാത്ത ഒരു ഇബാദത്തിനെ നമ്മൾ ഒരു നിയ്യത്ത് കൊണ്ട് നിർബന്ധമാക്കുകയാണ്. ഒരു ദിവസം നോമ്പെടുക്കുക, റമദാനിൽ അല്ലാത്ത നോമ്പ് വാജിബല്ല. പക്ഷെ ഇവരെന്ത് ചെയ്തു? നാളെ ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി ഒരു നോമ്പെടുക്കാൻ നേർച്ചയാക്കി, ഇത് നിയ്യത്താക്കിയാൽ ആ ദിവസത്തെ നോമ്പ് എന്തായി? വാജിബായി. ഇനി നോട്ട് എടുത്തിട്ടില്ലെങ്കിലോ കഫാറ കൊടുക്കേണ്ടി വരും. അങ്ങനെ അതാണ് ആ വാക്കിനർത്ഥം. നുദുർ, ഈജാബ്, നിർബന്ധമാക്കൽ. ശർഇൽ ഈജാബു മുകല്ലഫിൻ അലാ നഫ്സിഹി ഇബാദതൻ ഗൈറു വാജിബ, വാജിബല്ലാത്ത ഒരു ഇബാദത്തിനെ മുകല്ലഫായ, പ്രായപൂർത്തിയും ബുദ്ധിയും വകുതിനുമുള്ള ഒരു മുസ്ലിം തന്റെ മേൽ നിർബന്ധമാക്കൽ, അടിച്ചേൽപ്പിക്കൽ, അതാണ് നുദുർ കൊണ്ട് ഉദ്ദേശം. ശരിക്കും ഈ നേർച്ച എന്ന് പറയുന്ന സംഗതി ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള സംഗതിയല്ല. അതെങ്ങനെ ചെയ്യണം, എങ്ങനെ നേർച്ചയാക്കണം? കാരണം അതിൽ അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. അതിൽ പറ്റിയ പ്രശ്നം എന്ന് വെച്ചാല്, ഒന്ന്, നമ്മൾ അടിമകൾ അള്ളാഹുവിന്റെ മുമ്പിൽ നിബന്ധന വെക്കും നേർച്ച ചെയ്തിട്ട്. നീ എന്റെ ആവശ്യം പൂർത്തിയാക്കി തന്നാൽ ഞാൻ നോമ്പെടുക്കും. അള്ളാഹ് എന്ത് ഞാൻ നോമ്പെടുത്തിട്ട്? നീ ചെയ്യുകയാണെങ്കിൽ അള്ളാഹ് പറഞ്ഞ യമുന്നൂന അലൈക അൻ അസ്ലമു ഖുൽ ലാ തമന്നു അലയ്യ ഇസ്ലാമക്കും
ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാൻ. ഒരു നോമ്പെടുക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ അള്ളാഹ് ഇങ്ങോട്ട് തന്നെ തൗഫീഖാണ്. അപ്പൊ അത് എടുത്ത് കഴിഞ്ഞിട്ട് എന്ത് പറയണം? ഞാൻ നോമ്പെടുത്തിട്ടുണ്ട്, അതൊന്ന് കബൂൽ ചെയ്തിട്ട് എന്റെ ആവശ്യം പൂർത്തിയാക്കി തരണം. ഞാൻ സദഖ ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയല്ല, നേർച്ചക്കൽ എങ്ങനെയാ? എന്റെ ഉമ്മാന്റെ അസുഖം മാറിയാൽ ഇങ്ങോട്ട്, അവിടെ പ്രശ്നം എങ്ങോട്ട്? ചെക്കിന്റെ പള്ളിയിലേക്ക് പോയി. അതാ പറയാൻ പോകുന്നത്. ആ നുദറിൽ, നേർച്ചയിൽ ലിഗൈരില്ലാഹി മിൻ അൻവാഇ ശിർക്ക്, അല്ലാഹു അല്ലാത്തവർക്കായാൽ അത് ശിർക്കിന്റെ വിഭാഗത്തിൽപ്പെട്ട നേർച്ചയാൽ. لأن النذر عبادة لا تكون إلا لله. നേർച്ച എന്ന് പറയുന്ന സംഗതി അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ട ഇബാദത്താണ്, അള്ളാഹ്ക്ക് മാത്രമേ. അപ്പൊ ഈ കൊണ്ടോട്ടി നേർച്ച, ചേകിന്റെ വള്ളിയിൽ നേർച്ച, ആ പേര് തന്നെ അപകടമാണ്. അത് പറയാനേ പാടില്ല. നേർച്ച എന്ന് പറയുന്ന പേര് തന്നെ അള്ളാഹിനോട് ചേർത്തിട്ടേ പറയാവൂ. അള്ളാഹ് എല്ലാത്തിലേക്ക് ചേർക്കപ്പെട്ടാൽ അത് ശിർക്കിൻ്റെതാണ് അർത്ഥം. അന്നദറു ലാ യകൂനു ഇല്ലാ ലില്ലാഹ്, അള്ളാഹ്ക്കല്ലാണ്ട് നേർച്ചയില്ല. എന്താ തെളിവ്? ബിദലീലി ഖൗലിഹി തആല, അള്ളാഹു പറഞ്ഞു യൂഫൂന ബിന്നദ്രി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ. ഏതാ സൂറത്ത്? അൽ ഇൻസാൻ. യൂഫൂന ബിന്നദ്ർ, അവർ എന്നോട് ചെയ്ത നേർച്ച പൂർത്തിയാക്കുന്നവരാണ്. അപ്പൊ അല്ലാഹു അസ്സ വജല്ല അസ്ന അലൽ മൂഫീന ബിന്നദ്ർ, നേർച്ച ചെയ്ത് പൂർത്തിയാക്കിയവരെ പുകഴ്ത്തി ഈ ആയത്തിൽ. ആ പുകഴ്ത്തൽ വജഅലഹു മിൻ അസ്ബാബി ദുഖൂലിൽ ജന്ന, ആ നേർച്ചയാക്കിയത് അവർ സ്വർഗത്തിൽ പോവാൻ കാരണമായി എന്ന് അല്ലാഹു പറഞ്ഞ സ്ഥിതിക്ക് വലാ യകൂനു സബബൻ ലിദുഖൂലിൽ ജന്നതി ഇല്ലാ വഹുവ ഇബാദ, ഇബാദത്തായ ഒരു കാര്യമല്ലാതെ സ്വർഗത്തിൽ പോവാനുള്ള കാരണങ്ങളിൽ പെടൂല. ഇപ്പൊ നേർച്ച അല്ലാഹു സ്വർഗത്തിൽ പോവാനുള്ള കാരണങ്ങളിൽ പെടുത്തി അത് ചെയ്തവരെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ആ നേർച്ച ഇബാദത്താണ്, അത് അല്ലാഹുവിന് മാത്രമേ പറ്റുള്ളൂ. വസുർഫുൽ ഇബാദ ലിഗൈരില്ലാഹി ശിർക്കുൻ, ഇബാദത്ത് അല്ലാത്തവർക്ക് കൊടുത്താൽ അത് ശിർക്കായി. അതുകൊണ്ട് ഒരാൾ നേർച്ചയാക്കി മിസ്ലു അയ്യഖൂൽ, ഒരാൾ പറയുന്ന പോലെ ലിഫുനാനിൻ അലയ്യ നദറുൻ, ഇന്നാക്ക് വേണ്ടി ഞാനിതാ ഇന്ന കാര്യം നേർച്ചയാക്കുന്നു. ഔ ലിഹാദൽ ഖബ്രി അലയ്യ നദറുൻ, ഇന്ന ഖബറിന് വേണ്ടി. കാരണം ഇപ്പൊ നടക്കുന്നു ഉറൂസിലും മറ്റുമൊക്കെ വലിയ ശൈഖിന് വേണ്ടിയുള്ള നേർച്ചയാണ്. എന്നുള്ള നേർച്ച, ചില ചങ്ങന്മാരെ വീട്ടിലുള്ള നേർച്ച. എന്റെ ഉപ്പാന്റെ വീട്ടിൽ തറവാട്ടിൽ പണ്ട് നേർച്ചയുണ്ടായിരുന്നു. റമദാൻ 27 നേർച്ചാഗ്രഹത്തിനറിയോ? കോഴിനെ. അന്നൊക്കെ നമ്മളെ ചെറുപ്പാണ്. എന്റെ ഉപ്പാരെ ഉമ്മാരെ കാർണോർ എന്ന് പറയുമ്പോ ഉപ്പാരെ ഉമ്മാന്റെ, എന്റെ ഉമ്മമ്മന്റെ ഉമ്മാന്റെ ആങ്ങള, ചൊല്ലിയിൽ അറിയപ്പെട്ട വലിയ എന്ന് പറയും. ഉപ്പാപ്പ ഇക്കാന്ന് വിളിക്കുക ഉമ്മമ്മ. നമ്മളൊക്കെ ആ ചെറിയ പ്രായത്തിൽ ഉമ്മമാരുടെ അടുത്ത് പോയാല് കാക്കാന്റെ വർക്കത്തുണ്ട്, അങ്ങനെ ദോശയില് കാക്കാന്റെ വർക്കത്തുമുണ്ട്. പക്ഷെ ഉമ്മ വാർദ്ധക്യ കാലത്ത് നമ്മളെ ഉപ്പാടുത്തായി, ഉപ്പാന്റെ കസ്റ്റഡിയിലായി. മാറി 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 ലാസ്റ്റ് ഉപ്പ പറഞ്ഞു, ഉമ്മ ഇങ്ങനെ പറഞ്ഞു വിളിച്ചാൽ ഞാൻ മയ്യത്ത് നിസ്കരിക്കാനുണ്ടാവില്ല. ഉപ്പാനെ വലിയ ഇഷ്ടം, മാറ്റി. അൽഹംദുലില്ലാ നല്ല റാഹത്തായിട്ട് മരിച്ചു. കുടുംബത്തിൽ ഒരാളുണ്ടായിരുന്നു, ചെറുപ്പക്കാരൻ, കാന്തപുരത്തിന്റെ മോനാന്ന് സ്വയം പറയുന്നവനാണ്. പറയുന്നില്ല മോൻ കാന്തപുരത്തിന്റെ മോൻ. നമ്മളെല്ലാം കണ്ടാൽ ഇങ്ങനെ ഇരിച്ചിട്ടെടുക്കുമല്ലോ. മോൻ വീട്ടിലുണ്ട് മരിച്ചെന്ന്. ഉപ്പാക്ക് ഭയങ്കര ടെൻഷനായി. കാരണം ആ ചങ്ങായി എല്ലാം നടത്തും. ഈ അൽഫാത്തിഹയും സൂറ യാസീനും മറ്റു മറിച്ചൊക്കെ നടത്തും. ഉപ്പാവും നമ്മളൊക്കെ ചട്ടം കിട്ടി. നമ്മൾ 10 മക്കളുണ്ട്, ഉപ്പാവുണ്ട്. പെട്ടെന്ന് നമുക്ക് പുറക്കുന്ന നിസ്കരിക്കണം, കുളിപ്പിച്ച് കഫൻ ചെയ്ത് വന്ന പാട്. ചമക്കെല്ലാം ഇവനെ പേടിയുണ്ട്. എല്ലാ ആൾ കൂടിയ സമയത്ത് ഇവനെന്തെങ്കിലും ഇടങ്കുലായിട്ട് വന്നാൽ പ്രശ്നമാവും. ഉപ്പാൻ പ്രഷറിൻ്റെ ആളാണ്. ഉപ്പാ ദേഷ്യം വിളിച്ചാൽ പിന്നെ എന്താ പറയുന്നത് ഉപ്പാക്കന്നെ തിരിയില്ല. പക്ഷെ അള്ളാഹു എന്താക്കിയെന്നറിയോ? മരിച്ച ആ ദിവസം ഇവൻ എന്തോ ഒരു ടെസ്റ്റ്, എന്തോ ഒരു എക്സാമോ മറ്റോ. ഇവൻ രാവിലെ പുറക്കുന്നു പോയി, ശാന്തം. ഉമ്മമ്മ മരിച്ചു, കുളിപ്പിച്ചു, കഫൻ ചെയ്തു, കൊണ്ടുവന്നു. ഉപ്പ ആണെന്നെ നിസ്കരിച്ചു, അമ്മൻ്റെ കൂടെ നിസ്കരിച്ചിട്ട് കൊണ്ടുപോയി. അള്ളാഹ് ഉപ്പാൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു. കലാസ് വലിയൊരു സഹായം കിട്ടി, റാഹത്തായിട്ട് പോയി അൽഹംദുലില്ലാ. അപ്പൊ ആ ഇക്കാക്കാക്കൻ്റെ പേരിലുള്ള നേർച്ചയുണ്ടായിരുന്നു ഉപ്പാൻ്റെ തറവാട്ടിൽ പണ്ട്. റമദാൻ 27 നമ്മളെല്ലാം പോകും. നമ്മൊന്ന് പോകുന്നതറിയോ? അന്ന് 50 പൈസ വെച്ചിട്ട് കിട്ടും. ഈ നേർച്ചയ്ക്ക് വരുന്ന ആൾക്കാരെ നമ്മൾ പെരക്കാരല്ലേ, അതായത് ഒടിയാന്റെ വീട്ടിലുള്ള ആൾക്കാരെ നമ്മൾ. ഇപ്പൊ വലിയുള്ളാന്റെ കുടുംബക്കൊക്കെ എന്ത് ചെയ്യും? 50 പൈസ അന്നത്തെ 25 പൈസ ഇങ്ങനെ കിട്ടും. അത് വാങ്ങാൻ വേണ്ടി നമ്മൾ പോകും. നേർച്ച കോഴിയാണ് നേർച്ച. ഇഷ്ടംപോലെ കോഴി ഉണ്ടാവും. എല്ലാം കൂടി അന്ന് റാത്തി വല്ലം കഴിഞ്ഞ് അതിന് അറുത്തിട്ട് ബിരിയാണി വെച്ച് തിന്നിട്ട് കാര്യം പോകും. വേറെ നേർച്ച. ആ കോഴി ശരിക്കും പറഞ്ഞാൽ എന്താണ്? ശിർക്കിൻ്റെതാണ്. കാരണം കാക്കാക്കാണ് ആ നേർച്ച. അതാ പറഞ്ഞത്, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടിയുള്ള നേർച്ച ശിർക്കാണ്. അൽഹംദുലില്ലാഹ്.
അള്ളാഹു തിരിച്ചറിവ് തന്നില്ലേ? എത്തിമക്കൾക്ക് അല്ല, അതല്ല, അത് അള്ളാഹ്ക്കുള്ള നേർച്ച തന്നെയാണ്. എത്തിമക്കൾക്ക് തീറ്റിപ്പിക്കുക എന്നുള്ള ഇബാദത്തിനെ നേർച്ചയാക്കണം അള്ളാഹ്ക്ക് വേണ്ടി. സംഭവം മനസ്സിലായോ? ഉണ്ട്. അത് നമ്മൾ, അതായത് യതീം മക്കൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഇബാദത്താണ്, സാലിഹായ അമലാണ്. പക്ഷെ യതീമായിരിക്കണം. അതായത് എങ്ങനെ? അത് പറ്റില്ല. കൊടുത്ത് കഴിഞ്ഞിട്ട് ദുആ ചെയ്യണം. ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, അല്ലാഹു യതീമിനെ സഹായിച്ചിട്ടുണ്ട്, അത് പരിഗണിച്ചിട്ട് നീ എന്ത് ചെയ്യണം, എന്ത് ചെയ്തു തരണം. അതേ പറ്റുള്ളൂ. കൊടുക്കണം, എന്നിട്ട് ദുആ ചെയ്യണം. അത് അള്ളാഹിനോട് നിബന്ധന വെക്കൽ പോലെയാവും. അല്ല, അതായത് ചെയ്തിട്ട് നമ്മൾ ആ ഇബാദത്ത് ചെയ്ത് കഴിഞ്ഞിട്ട് അസുഖം മാറ്റാൻ വേണ്ടി ദുആ ചെയ്യണം. ഈ അസുഖം മാറുവാൻ വേണ്ടി എന്ന് പറയുമ്പോൾ എന്താ, അസുഖം മാറിയാൽ അല്ല, അത് പറ്റും. അതായത് ഇപ്പൊ നമ്മളൊരു കാര്യം നേർച്ചയാക്കി, പക്ഷെ ഇപ്പം ചെയ്യാൻ പറ്റാത്തൊരു സംഗതിയാണെങ്കിൽ ഉംറ നേർച്ചയാക്കി ഉദാഹരണത്തിന്, അത് പെട്ടെന്ന് പറ്റണമെന്നില്ലല്ലോ. അതൊക്കെ ഞാൻ ഇൻഷാ അല്ലാഹ് ഉംറക്ക് പോകും, അല്ലാഹുവേ നേർച്ചയായി, പക്ഷെ ആ ഉംറ പിന്നെ ചെയ്തേ പറ്റുള്ളൂ. ആ ഉംറ വാജിബായി, പിന്നെ അത് പറ്റും. പക്ഷെ ഇതാ ഞാൻ പറഞ്ഞത്, ഞാനൊരു ഉംറ ചെയ്തേക്കാം എപ്പോൾ, നീ അസുഖം മാറ്റിയാൽ അത് പറ്റില്ല. മറ്റേ പറ്റും, അത് പറ്റും. അപ്പൊ ഇതാണ് നേർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം. പിന്നെ ശൈഖ് പറഞ്ഞത് യദഊഹും, അവർ ഈ പിന്നെ ഇടയാളന്മാരോട് ദുആ ചെയ്യും. വയസ്അലുഹുമു ശഫാഅ, ശുപാർശ എന്തെയും ആവശ്യപ്പെടും ഈ പറഞ്ഞ ഈ ഇടയാളന്മാരോട്. ശഫാഅത്ത് എന്ന് പറഞ്ഞാൽ അത്തവസ്സുതു ലിൽഗൈരി ബിജൽബി മൻഫഅത്തിൻ ഔ ദഫ്ഇ മദറത്തിൻ, ഒരു ഉപകാരം നേടിയെടുക്കാൻ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടിനെ നീക്കി കിട്ടാൻ മറ്റൊരാളുടെ വാസിത തേടുന്നതിനാണ് ശഫാഅ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ സാധാരണ പോലെ ശുപാർശ. അത് വലിശ്ശഫാഅത്തി അൻവാ, പല വിഭാഗമുണ്ട്. ഒന്നാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹ്ശറിൽ ആളുകൾക്കിടയിൽ വിധി നിർണയത്തിന് വേണ്ടി അള്ളാഹു ഹാജരാവാനുള്ള ശഫാഅത്താണ്. ഹദീസിൽ സുദീർഘമായ ഹദീസാണത്. എല്ലാവരും ആദ്യ നബിയെ കാണാൻ വേണ്ടി പോകും, അദ്ദേഹം ഒഴിവാക്കും. അങ്ങനെ അവസാനം റസൂലുള്ളാഹി തങ്ങളെടുത്തെത്തും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലേക്ക് വീഴും, അള്ളാഹുവിനെ പുകഴ്ത്തും, ദുആ ചെയ്യും. എന്നിട്ട് അള്ളാഹു വന്നിട്ട് ചോദിക്കും, യാ മുഹമ്മദ് ഇർഫഅ റഅസക വസൽ തുഅത വശ്ഫഅ തുശഫഅ. അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വരെ മുട്ടുകുത്തി ഇരുന്നു കൊണ്ട് പറയുന്നുണ്ടാകും, യാ റബ്ബി സല്ലിം, യാ റബ്ബി സല്ലിം, അള്ളാഹുവേ എന്നെ കാത്തോളണം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം, ആ കോടാനുകോടി വരുന്ന ജീവികളിൽ ഒരാൾ മാത്രമേ സ്വസ്ഥനായിട്ടുണ്ടാവും. വലസൗഫ യുഅതീക റബ്ബുക ഫതർദ പറഞ്ഞാൽ ആ സ്ഥാനം ബഹുമതിയാ, അത് സ്വർഗത്തിലുള്ളതാണ്. ഏത് ആത്തി മുഹമ്മദനിൽ വസീല, അത് ഒറ്റൊരാൾക്ക് മാത്രം കിട്ടുന്ന ഒരു സ്ഥാനമാണ്, ബഹുമതിയാണ്. അതെനിക്ക് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണമെന്നല്ല പറഞ്ഞു. അറിയില്ല, അല്ലാഹു അഅലം. പക്ഷെ ഖളായിന് വേണ്ടിയിട്ടുള്ളതാണ് ആദ്യത്തെ ശഫാഅത്ത്. അപ്പോഴാണ് അല്ലാഹു വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫ, അല്ലാഹുവിന്റെ വരവും അതേപോലെ തന്നെ ഹിസാബും നടക്കുക. ഇത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖാസ്സായിട്ടുള്ള ശഫാഅത്താണ്, വേറെ ഒരാൾക്കും അതിന് അനുവാദം ഇല്ല. രണ്ടാമത്തെ ശഫാഅത്ത് ശഫാഅത്തുഹു ഫീ അഹ്ലിൽ ജന്നതി അൻ യുദ്ഖിലൂഹാ, സ്വർഗ്ഗവാസികളായ ആളുകളെ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടുള്ള ശഫാഅത്ത്. റസൂലുള്ളാഹി പറഞ്ഞു, അന അവ്വലുൻ നാസി യശ്ഫഉ ഫിൽ ജന്ന വഅന അക്സറുൽ അംബിയാഇ തബഅൻ, ഞാനാണ് സ്വർഗത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടി ആദ്യമായി ശുപാർശ പറയുന്ന ആളും എന്നോടൊപ്പമായിരിക്കും മറ്റ് അമ്പിയാക്കളെക്കാൾ കൂടുതൽ അനുയായികൾ സ്വർഗത്തിലേക്ക് വരുന്നതും. അപ്പൊ ഈ ഉമ്മത്തിൽ ആയിരിക്കും സ്വർഗത്തിൽ ഏറ്റവും അധികം ആളുകൾ. അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.
മൂന്നാമത്തെ വിഭാഗം ഷഫാഅത്തു റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അമ്മിഹി അബീ താലിബ്. മൂത്താപ്പ അബൂ താലിബിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്പെഷ്യൽ ശുപാർശ അല്ലാഹുവിനോട് നടത്തും. വഫി സഹീഹൈൻ, ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസ് കാണാം. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹൽ നഫഅത അബാ താലിബിൻ ബിശൈഇൻ ഫഇന്നഹു കാന യഹൂതുക വയഗ്ദബു ലക്. നബിയെ, അബൂ താലിബിനെ അങ്ങയെ സംരക്ഷിച്ചതിന്റെ പേരിലോ അങ്ങക്ക് വേണ്ടി ഖുറൈശികളോട് ദേഷ്യം പിടിച്ചതിന്റെ പേരിലോ എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുമോ? ഖാല നഅം. സുബ്ഹാനഹു പറഞ്ഞു, ആ ഉണ്ടാകും. ഹുവ ഫീ ദഹ്ദാഹിൻ മിൻ നാരിൻ, നരകത്തിന്റെ ഒരു ചെരുപ്പായിരിക്കും ധരിപ്പിക്കപ്പെടുക. ആർക്ക്? അബൂ താലിബിന്. വലൗലാ അന ലകാന ഫി ദർകിൽ അസ്ഫലി മിനൻ നാർ, എന്റെ ശുപാർശ ഇല്ലായിരുന്നെങ്കിൽ അബൂ താലിബ് എവിടെയാകുമായിരുന്നു? ഏറ്റവും മദീനത്തെ തട്ടിൽ ആകുമായിരുന്നു. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് കാരണത്താൽ റസൂലുള്ളാഹി പറഞ്ഞു, ലഅല്ലഹു തൻഫഉഹു ശഫാഅതി യൗമൽ ഖിയാമ, എന്റെ ശുപാർശ ഒരുപക്ഷേ അബൂ താലിബിന് ഉപകാരപ്രദമായേക്കാം. ഫയുജഅലു ഫീ ദഹ്ദാഹിൻ മിൻ നാരിൻ യബ്ലുഗു കഅബൈഹി, നെരിയാണി വരെ എത്തുന്ന രണ്ട് നരകത്തിന്റെ ചെരുപ്പ് ധരിപ്പിക്കും. വ യഗ്ലി മിൻഹു ദിമാഉഹു, തലച്ചോറ് തിളച്ചുകൊണ്ടിരിക്കും. അതായിരിക്കും ഏറ്റവും ചെറിയ ശിക്ഷ. നാലാമത്തെ വിഭാഗം ശഫാഅത്ത് ഫീ ദുഖൂലി മൻ ലാ ഹിസാബ അലൈഹി അൽ ജന്നത മിനൽ ബാബിൽ ഐമൻ, സ്വർഗ്ഗത്തിന്റെ വലതുഭാഗത്തുള്ള വാതിലിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഹിസാബില്ലാത്ത 70,000 പേരെ പ്രവേശിപ്പിക്കാനുള്ള ശഫാഅത്ത്. ഹിസാബുമില്ല, ശിക്ഷകളുമില്ല, ഒന്നുമില്ല. ഗ്രീൻ ചാനൽ 3 ക്വാളിറ്റി ഉണ്ട്. അതിൽ കയനമാർക്കതുണ്ട്. അള്ളാഹു ഇസ്തിഖാമത്ത് നസീബാക്കട്ടെ. ലാ യസ്തർഖൂൻ, 1 വഹും ലാ യസ്തർഖൂൻ, എന്തയില്ല? മന്ത്രിക്കാൻ ആവശ്യപ്പെടൂല. അവർ റുഖിയ ശറിയ നടത്തിയ ടീമെല്ലാം പോയി, അവരെ 70 എന്തായാലും പെടൂല. റുഖിയ നടത്താൻ പ്രശ്നമില്ല, സ്വയം നഫ്സിന് വേണ്ടി. നമ്പർ തന്നെ ആകത്രേ ഉള്ളൂ. ഒന്നവര് റുഖിയ ചെയ്യാൻ അങ്ങോട്ട് ആവശ്യപ്പെടൂല. ശ്രദ്ധിക്കേണ്ട കേസാണിത്. റുഖിയ ഉള്ളതാണ്. ഫാത്തിഹ, മുഅവ്വിദത്തൈൻ, സൂറത്തുൽ ഇഖ്ലാസ്, പിന്നെ ഹദീസിൽ വന്ന ദുആകൾ, ആയത്തുൽ കുർസി, ഇതൊക്കെ നമ്മൾ അസുഖം വന്നാലും മറ്റും ഓതുക. നമ്മളെ കയ്യിൽ തന്നെ ഓതുക, ശരീരം തടവുക. അത് നമ്മൾ സ്വയം ചെയ്യുക. ഏത് രാത്രി കിടക്കുമ്പോൾ ചെയ്യുന്നത്, അതൊക്കെ ശറഅയിൽ അനുവദിക്കപ്പെട്ട സംഗതിയാണ്. പക്ഷെ അത് മറ്റുള്ള ഒരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ പോയി, ഈ ചാൻസ് നഷ്ടപ്പെട്ടു. അതേപോലെ വലായ തതയ്യറുൻ, പക്ഷിശാസ്ത്രം നോക്കുക. ഖുറൈശികൾക്ക് ആ സ്വഭാവമുണ്ട്. പശുവിനെ പുറത്തു, അത് ഇങ്ങോട്ടാ പാറിയതെങ്കിൽ ഇങ്ങോട്ടേ പോകുള്ളൂ യാത്ര, എടുത്തോട്ട് പാറിയാൽ എടുത്തോട്ട് പോകും. പിന്നെയോ ശകനം നോക്കുക. ജ്യോത്സ്യന്മാരത്തെല്ലാം പോകുന്നു. ഇതുള്ളവർക്ക് അതില്ല. അതല്ലാത്ത 70, അതിനൊരാൾ ഉറപ്പാണ്. ടിക്കറ്റ് കിട്ടുക കണ്ടാൽ അതെല്ലാം ഇതിൽ പെട്ടു. കൈനോട്ടം പെട്ടു, ഷീറ്റ് എടുക്കുന്നത് പെട്ടു, എല്ലാം പെട്ടു. എന്നാ അറിയില്ല നമുക്ക്. എന്നിട്ട് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഉണ്ടായപ്പം വിചാരിച്ച അന്ന് തത്ത എടുത്തന്നെ വിചാരിച്ചിനാ, അത് വന്നാ പോയി. അതാ പ്രശ്നം. പിന്നെ ഒരാള് ആ ടീമിലുള്ള ഒരാളുണ്ട്. ആരാ? ഈ 70,000 ടിക്കറ്റ് അല്ലാഹുവിന്റെ റസൂല് കൊടുത്ത ഒരാളുണ്ട്. ഈ ഹദീസ് പറഞ്ഞപ്പോ അദ്ദേഹം ചാടി അടിച്ചു, യാ റസൂലല്ലാഹ്, എന്നെ ആ കൂട്ടത്തിൽ പെടുത്താൻ നിങ്ങളൊന്ന് ദുആ ചെയ്യണേ. റസൂലുള്ളാഹി പറഞ്ഞു, അൻത മിൻഹും, നീ ആ കൂട്ടത്തിൽ പെട്ടിരിക്കുന്നു. അപ്പൊ തന്നെ വേറെ സഹാബിക്ക് ആവേശായി, നബിയെ ഞാനും. സബഖക ബിഹാ ഉക്കാശ, ആ ചാൻസ് ഉക്കാശ കൊണ്ട്. ഇനി നാളെ അദ്ദേഹം വന്ന് ചോദിച്ചു, റസൂലുള്ളാഹി ദുആ ചെയ്തു. റസൂലുള്ളാഹിന്റെ ദുആ തള്ളപ്പെടില്ലല്ലോ, കിട്ടി. ചാടി വീണം, നന്മയിൽ ചാടി വീണം. അതാണ് അതിന്റെ ബാക്കിലുള്ള പാഠം. അതാണ് നന്മ ഒരിക്കലും എന്ത് ചെയ്യരുത്, മറ്റുള്ളവര് വകവെച്ച് കൊടുക്കരുത്. നമ്മൾ ഫസ്റ്റ് വരണം. സുബ്ഹാനല്ലാഹ്, സഹാബിക്ക് നോ ടെൻഷൻ, കബറിന്ന് എണീക്കുക, അങ്ങ് പോവാ. പക്ഷെ അവിടെ വേറെ വിഷയമുണ്ട്. അത് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്, ഹിസാബ് ഉണ്ടാവില്ല.
പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് അദ്ദേഹത്തിന്റെ ജീവിതം അതിനേക്കാൾ ശക്തമായ ദീനിലായിരുന്നു. നേരത്തെ ഉള്ളതിനേക്കാളും വലിയ ഇബാദത്തും തഖ്വയും സൂക്ഷ്മതയും ജീവിതത്തിൽ അദ്ദേഹം കാണിച്ചു. നമുക്ക് കിട്ടിയെങ്കിലും ഹോൾ ടിക്കറ്റ് എന്താ പറയുക, ബോർഡിംഗ് പാസ് കഴിഞ്ഞ് അള്ളാഹുദാകട്ടെ. അപ്പൊ അതാണത്, ഹിസാബില്ലാത്തവരെ സ്വർഗത്തിൽ വലതുഭാഗത്തെ വാതിലിൽ കൂടി വിടാനുള്ള മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് അവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ തൗഹീദുള്ള എന്നാൽ നരകത്തിന്റെ അവകാശപ്പെട്ട ആളുകൾക്ക് വേണ്ടിയുള്ള ശഫാഅത്ത്. തൗഹീദ് ഉണ്ടാവും, പക്ഷെ മറ്റു പാപങ്ങൾ എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടാവും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, മാ മിൻ റജുലിൻ മുസ്ലിമിൻ യമൂതു ഫയഖൂമു അലാ ജനാസതിഹി 40 റജുലൻ ലാ യുശ്രികൂന ബില്ലാഹി ശൈഅൻ ഇല്ലാ ശഫഅഹുമുല്ലാഹു ഫീഹി. ഒരു മുസ്ലിമായ മനുഷ്യൻ മരണപ്പെടുകയും അള്ളാഹുവിൽ ശിർക്ക് ചെയ്യാത്ത 40 പേർ ആ ജനാസ നിസ്കരിക്കുകയും ചെയ്താൽ ആ നിസ്കാരം കൊണ്ട് അള്ളാഹു അവർക്ക് ശുപാർശ ശഫാഅത്ത് നൽകാതിരിക്കുകയില്ല. സഹിഹായ ഹദീസാണ്. ലാ യുശ്രികൂന ബില്ലാഹി ശൈഅൻ, ശിർക്ക് ചെയ്യാത്ത 40 ആള് എന്തായാലും കിട്ടും. അപ്പൊ എപ്പോഴും ദുആ ചെയ്യണം. എന്താ അറിയോ, അള്ളാഹുവെ മരിച്ചാൽ അവിടെ തന്നെ ആണെന്നില്ല അബൂജഹൽ മരിച്ചാൽ എന്നെ നിസ്കരിക്കാൻ 40 മുവഹിദീങ്ങളും 40 മുവഹിദീങ്ങളെങ്കിലും നിസ്കരിക്കാൻ ഉണ്ടാവണം. അള്ളാഹു അവരുടെ ശുപാർശ സ്വീകരിക്കാതിരിക്കൂല. ഉറപ്പാണത്. സുബ്ഹാനല്ലാഹ്. പക്ക സലഫികൾ, ശിർക്കിന്റെ ലാഞ്ചനയില്ലാത്ത 40 ആളുകൾ. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.